Hello guys, welcome back to my YouTube channel. Welcome back to the new vlog. ഓക്കെ, ഇന്ന് ഞങ്ങൾക്ക് അഡിഡാസിൻ്റെ സാമ്പിൾ സെയിലിൽ സ്ലോട്ട് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് ഞങ്ങൾ പോകുന്നില്ലായിരുന്നു. ഈ വർഷം ജസ്റ്റ് ട്രൈ ചെയ്താൽ, എല്ലാ വർഷവും ട്രൈ ചെയ്യും കേട്ടോ. ഞങ്ങൾക്ക് കിട്ടാറില്ല, എപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫുള്ളായിരിക്കും. ഈ പ്രാവശ്യം അങ്ങനെ കിട്ടി. പോവാണ്, അറിയില്ല എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും. വെച്ചാൽ ഇന്നലെ വിശാലൊക്കെ പോയിട്ട് പറയണ കേട്ടോ ഒന്നും കിട്ടിയിട്ടില്ലെന്ന്. ഇത് ജസ്റ്റ് ഒരു ഇതിനായിട്ട് പോകാം. പിന്നെ എനിക്ക് വ്ളോഗും എടുക്കാമല്ലോ, ഒരു കോണ്ടന്റും കൂടെ അല്ലേ. സോ ശ്രീനേട്ടനും ഞാനും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സ്ലോട്ടാണ് കിട്ടിയത്. സോ പോയിട്ട് നോക്കാം. സമ്മർ കളക്ഷൻസ് ഒക്കെ ആയിരിക്കും. പിന്നെ സ്കൂളൊക്കെ തുറക്കാൻ പോലെ ബാക്ക് ടു സ്കൂളിന് വേണ്ടിയിട്ടുള്ള ടീഷർട്ട്സും ഒക്കെ ആയിരിക്കും കുട്ടികളുടെ. പിന്നെ ആഡിഡാസിന്റെ സാമ്പിൾ സെയിൽ ആയും കൊണ്ട് എല്ലാ വർഷവും ഉണ്ട് കേട്ടോ. മിക്കവാറും സമ്മർ വിന്റർ 2 പ്രാവശ്യം കാണാറുണ്ട് വർഷത്തിൽ. ഈ സാമ്പിൾ സെയിലിൽ നമുക്ക് എല്ലാ സൈസും ഒന്നും കിട്ടൂല കേട്ടോ. അവരൊരു പർട്ടിക്കുലർ സാമ്പിൾ സൈസ് ആയിരിക്കും എല്ലാ പ്രാവശ്യവും സെയിലിടുന്നത്. പിന്നെ ലാഭമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ബാഗ്, സോക്സ്, അങ്ങനത്തെ സാധനങ്ങളില്ലേ, ആക്സസറീസ്, അതൊക്കെ ഓക്കെ. അല്ലാണ്ട് നമ്മുടെ സൈസിലെ ഷൂവോ ജേഴ്സിയോ ടീഷർട്ട്സോ ജാക്കറ്റ്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്പോർട്സ് വെയർസ് ഒക്കെ ഓക്കെ, നമുക്ക് കുട്ടികൾക്കൊക്കെ മേടിക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ പോവാതിരുന്നത്. പിന്നെ ഷൂ സൈസ് ഒന്നും നമ്മുടെ ഇല്ലാത്തതും കൊണ്ട് പിന്നെ പോയിട്ട് ചുമ്മാ അവിടെ കിടന്ന് തിരക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ തന്നെ അവരുടെ ഷൂ സൈസ് നമുക്ക് അറിയത്തുമില്ല. പിന്നെ ഇവിടുത്തെ സാമ്പിൾ സൈസ് ആർക്കും സൂട്ടും ആവില്ല. സോ ദാറ്റ്സ് നോ പോയിന്റ്. പക്ഷെ ഞങ്ങൾ ഇന്ന് പോകുന്നത് മെയിൻ എനിക്ക് കോണ്ടന്റ് വ്ളോഗ് എടുക്കണമായിരുന്നു. സെക്കൻഡ്, കുറേ വർഷമായല്ലോ ഇപ്പോൾ സാമ്പിൾ സെയിലിൽ പോയിട്ട്. സോ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ശ്രീനേട്ടന് ഒരേ സ്ലോട്ട് കിട്ടി. സോ ജസ്റ്റ് വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ. ബാഗൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മേടിക്കണമെന്നുണ്ട്. സ്കൂളൊക്കെ തുറക്കുമല്ലേ, കുട്ടികൾക്കൊക്കെ ഉപയോഗമാവും. സോ പിന്നെ വാട്ടർ ബോട്ടിൽ, എന്തെങ്കിലും പുതിയ ആക്സസറീസ് ഒക്കെ ഉണ്ടെങ്കിൽ, സോക്സ്, പിന്നെ വിന്റർ ജാക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, നല്ല വിന്റർ ജാക്കറ്റ്സ് ഒക്കെ ചില സമയത്ത് കിട്ടും കേട്ടോ. അപ്പം അത് വല്ലതും കിട്ടുവാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണേ. ചില ഇന്ത്യൻസ് ഒക്കെ ആഡിഡാസിന്റെ സാമ്പിൾ സെയിലിനെ ആഡി സെയിൽ എന്ന് പറയും കേട്ടോ. അതുകൂട്ടാ, ഇന്ത്യൻസ് തന്നെയല്ല, പൊതുവെ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇങ്ങനെ അയ്യോ കാണണ ഇവര് വലിയ വലിയ ബാഗും ഒക്കെ കൊണ്ട് സാധനങ്ങൾ നിറച്ചാണ് മേടിച്ചോണ്ട് പോകുന്നത്. നമുക്ക് കിട്ടൂല, നമുക്കൊന്ന് നോക്കിപ്പോയി അത് എടുക്കാനുള്ള ഒരു അവകാശം ഇവര് തരില്ല. എല്ലാം ഇങ്ങനെ തട്ടിപ്പറിച്ചൊക്കെ കൊണ്ടുപോകും, കുറെ സാധനങ്ങൾ എടുത്തിട്ട് പോകും. എനിക്കറിയില്ല എത്രയ്ക്ക് പ്രൈസ് ആയിട്ട് എന്തിനാ അവരിങ്ങനെ ചെയ്യണമെന്ന്. ബട്ട് എനിവേസ്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിങ്ങനത്തെ ക്രൗഡിൽ പോയിട്ട് തപ്പി പിടിച്ച് വലിച്ച് അരി എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്കും ശ്രീനേട്ടനും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഇഷ്ടമല്ല. പോയി നോക്കാൻ, തിരക്കുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുമല്ലോ ഒന്നും എനിക്കറിയില്ല. പണ്ട് അഡിഡാസിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് എംപ്ലോയി ഡിസ്കൗണ്ട് സെയിൽ നടക്കാറുണ്ട്. അത് ക്യാമ്പസിന്റെ ഉള്ളിൽ, അത് ഇന്റർണൽസിന് മാത്രമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയർ ഞാൻ ജോയിൻ ചെയ്ത വർഷം ഡിസംബറിൽ അങ്ങനെ ഒരു സെയിൽ വന്നു. അപ്പോൾ എൻ്റെ കൊലീഗ്സ് ഒക്കെ പറഞ്ഞു ഇങ്ങനെ എല്ലാവരും ഡിസംബർ ആയതുകൊണ്ട് ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ മേടിക്കും, ഭയങ്കര ചീപ്പായിരിക്കും, അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും, രാവിലെ പോയി ക്യൂ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് സാക്ഷി, അന്ന് എൻ്റെ കലീഗായിരുന്നു, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് സാക്ഷിയാണ് എന്നെ കൊണ്ടുപോയത്. പിന്നെ ആഡം എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് കലീഗ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രാവിലെ, എനിക്ക് ഓർമ്മയുണ്ട്, 8 മണിയായപ്പോൾ പോയി ക്യൂ നിന്നു. 9 മണിക്ക് അത് തുറക്കുന്ന ഡോറ് ഗോഡൌണിൽ. അപ്പം ഞങ്ങൾ പോയി ഇങ്ങനെ ക്യൂ നിന്ന് ഉള്ളിൽ കയറി. അയ്യോ, ഒരു 100-150 എംപ്ലോയീസ് ഇടിച്ച് തള്ളി കയറി. ഞാനിത് ആദ്യമായിട്ട് കാണാം, ഇങ്ങനെ റഷിൽ പോയിട്ട് നമ്മളിങ്ങനെ എടുക്കുന്നതൊക്കെ. ഞാൻ പോയി 1-2 ഷൂ ഒക്കെ ഇങ്ങനെ എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വലിച്ച് കൊണ്ടുപോയി ആളുകൾ. പിന്നെ അതോടെ എൻ്റെ കിളി പോയി ഗൈസ്. ഞാൻ പിന്നെ ഒന്നും എടുക്കാൻ പോയില്ല. എനിക്കതൊരു, ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താണോ വെച്ചാൽ എൻ്റെ കയ്യിലിരുന്ന സാധനം പിടിച്ചു വലിച്ച് കൊണ്ടുപോകണു. ടീഷർട്ടൊക്കെ നമ്മൾ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് പുറകിൽ നിന്ന് ഒരു 5-6 പേര് വന്നിട്ട് ഇങ്ങനെ വലിച്ചെടുത്തിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതിനു ശേഷം ഞാൻ അങ്ങനെ പോകാറില്ല. ഞാൻ പിന്നെ ലാസ്റ്റ് ഡേയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, ഓഫീസിൽ ആഡിഡാസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. പക്ഷെ ലാസ്റ്റ് ഡേ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി സെയിലിന് മണ്ടേക്ക് ഒരു 50% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ആളുകൾ തിരഞ്ഞിട്ടതൊക്കെ ഇട്ടിട്ട് പോകും. അപ്പൊ അതൊക്കെ എടുക്കും. അങ്ങനെ എനിക്ക് പല അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. എടുത്തോണ്ട് വരുന്ന ഷൂ ചിലപ്പോൾ രണ്ട് കാലില്, എല്ലാവർക്കും ഒരേ കാലിലൊക്കെ ആയിരിക്കും. സാമ്പിൾ ആയതുകൊണ്ട് കുറെ സാധനങ്ങൾ ഒരേ കൂട്ടുള്ളത് കാണുമല്ലോ. അപ്പൊ റൈറ്റ് ലെഗിന്റെ ഷൂ ആയിരിക്കും 2 റൈറ്റ് എടുത്തിട്ട് വരും. ഈ ആളുകളെല്ലാം അവിടെ ഇവിടെ എല്ലാം
എല്ലാം എടുത്തിട്ടിട്ട് പോകുമ്പോൾ നമ്മള് കാണുമ്പോൾ നമുക്ക് ഒരേ കൂട്ട് തോന്നുമല്ലോ. അപ്പൊ വീട്ടിൽ വന്ന് അങ്ങനെ നോക്കുമ്പോഴായിരിക്കും ടീഷർട്ട് കീറിയതായിരിക്കും, ഇല്ലെങ്കിൽ സോക്സ് വേറെ പെയർസ് ആയിരിക്കും, ഷൂ അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഷൂസ് എടുത്തോണ്ട് വന്നിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ രണ്ടും ഒരേ കാലിലേ ആയിരിക്കും. പിന്നെ അത് സാമ്പിൾ അല്ലേ, കൊണ്ട് കൊടുക്കാനും പറ്റത്തില്ലല്ലോ, സെയിൽ ചെയ്യുന്ന എടുത്താലേ. അതിനുശേഷം ഞാൻ നിർത്തി ഗൈസ്. ഞാൻ പിന്നെ ഓഫീസിലുള്ളപ്പോഴും സാമ്പിൾ സെയിലിന് പോകാറില്ലായിരുന്നു. പോകുകയാണെങ്കിൽ തന്നെ വല്ല ബാഗോ അങ്ങനെ എന്തെങ്കിലും എടുക്കത്തുള്ളായിരുന്നു. സോ ഇന്ന് പോയിട്ട് നോക്കാം. ശ്രീനട്ടോ, ഒരേ കൂട്ടുള്ള ഒരേ കാലിലെ ഷൂസ് നമ്മൾ എടുക്കരുത്. നമ്മൾ രണ്ടുപേരും 2 ഡയറക്ഷനിലോട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ അഡിഡാസ് ക്യാമ്പസ് എത്തി. ഇത് നമ്മുടെ വീടിന് ഒത്തിരി അടുത്താണ്. എന്തായാലും പോയി നോക്കാം. അഡിഡാസിന്റെ പാർക്കിംഗ് ആണ് ഗൈസ്. ഇത് ആക്ച്വലി എംപ്ലോയി പാർക്കിംഗ് ആണ്. പക്ഷെ ഇന്നിവിടെ സെയിൽ നടക്കുന്നതും കൊണ്ട് നമുക്കൊക്കെ 4th ഫ്ലോറിൽ പാർക്ക് ചെയ്യാം. പാർക്കിംഗ് കിട്ടുമോ നോക്കാം. പാർക്കിംഗ് ഒക്കെ ചെയ്തു ഗൈസ്. ഇനി ഞങ്ങൾ താഴോട്ട് പോവാട്ടോ. ഇങ്ങനെയുണ്ട് എൻ്റെ വേഷം. 11:30 കേട്ടോ ഞങ്ങളുടെ സ്ലോട്ട്. ഞങ്ങൾ 10:50 എത്തി. ഇവിടെ ഭയങ്കര ക്യൂ ആണെന്നൊക്കെ ശ്രീയേട്ടൻ പറഞ്ഞു. ഇനി നമുക്ക് പോയിട്ട് നോക്കാം. ഗേറ്റ് തുറന്നതിന്റെ തിരക്കാണ് കാണുന്നത്. എല്ലാവരും ഓടുന്നുണ്ട് ഉള്ളിലോട്ട്. ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നാൽ എനിക്കൊന്നും കിട്ടൂല. ഞാൻ പോയിട്ട് ആദ്യമേ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. ഞാൻ ഫുള്ളി ലോസ്റ്റ് ആണ്. ഇവിടെ എന്തും മേടിക്കണം. ഇത് ഫുള്ള് എന്തോ മാതിരിയാണ്. ശ്രീനേട്ടനെ ആണെങ്കിൽ ഇപ്പം കാണുന്ന പോലും ഇല്ല. എവിടെയോ പോയി ശ്രീനേട്ടൻ. ഞാൻ പോയിട്ട് ശ്രീനേട്ടനെ തപ്പട്ടെ ഗൈസ്. ഇവിടെ ഒന്നുമില്ല ഗൈസ്, എല്ലാം തീർന്നു. ഞാൻ കുറേ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്, പക്ഷെ ശ്രീനേട്ടനെ ഒന്നും കാണുന്നില്ല ഇപ്പം. ഷൂസൊക്കെ എടുക്കണമെങ്കിൽ ശ്രീനേട്ടനോട് വേണം. മെൻസിൻ്റെ കളക്ഷനിലൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. ശ്രീനേട്ടനെയും കാണുന്നില്ല. ടീഷർട്ട്സൊക്കെ എടുക്കണമെങ്കിൽ ശ്രീനേട്ടൻ വന്നാലേ പറ്റുള്ളൂ. ഐ ഡോണ്ട് ഫൈൻഡ് ഹിം എനിവേർ. ഒന്നുകൂടെ റൗണ്ട് അടിച്ചിട്ട് വരാം ഗൈസ്. ഞാനോട് എടുക്കാം ഗൈസ്. സാമ്പിൾ സെയിലിൽ നിന്ന് കച്ചറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോകണം. എന്നിട്ടും 10-300 യൂറോയിൽ കൂടുതലായി. നമ്മളൊന്നും മേടിക്കാൻ വരത്തില്ല പറഞ്ഞിട്ട് വന്നാ 4 ഫ്ലോർ കയറി വയ്യാണ്ടായി. നമ്മളെവിടാ വണ്ടി ഇട്ടെ? ഓ ക്ഷീണിച്ചു ഗൈസ്. കുറേ ബാക്ക് പാക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നല്ല കേട്ടോ. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാനും പിന്നെ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ല. അങ്ങനെ സെയിൽ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകണം ഗൈസ്. അത്രയ്ക്ക് പറയത്തൊക്കെ കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാം ഒരുമാതിരി ഒരു ബ്രൈറ്റ് ഫ്ലോറസെന്റ് കളറിലെ ടീഷർട്ട്സ് ഒക്കെ ആയിരുന്നു. പിന്നെ സ്വിം ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് സ്വിമ്മിങ് ഡ്രസ്സൊക്കെ മേടിച്ചാൽ അവർ സ്വിമ്മിങ്ങിനൊക്കെ പോകുന്ന ആയതുകൊണ്ട് എപ്പോഴും മാറിയിടാമല്ലോ. അപ്പോൾ ഞാൻ അവർക്ക് സ്വിമ്മിങ് ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ ബാഗ്സ് ഉണ്ടായിരുന്നു കുറച്ച്. അത് കാണാനേ ഇല്ല. ആളുകൾ വന്ന് ഇങ്ങനെ എടുത്തിട്ട് പോകും. എനിക്കറിയില്ല അവർക്ക് വേണോ വേണ്ടത് ഉള്ളതൊന്നും അല്ല. അവരിങ്ങനെ വാരി കൂട്ടി എടുക്കും, എന്നിട്ട് അവർ പോവാ. കണ്ടില്ലേ, ഇവിടെ ആയിരുന്നു സെയിൽ നടന്നത്. ഓരോരുത്തരുടെ കയ്യിലെ ബാഗൊക്കെ കണ്ടോ. ഇതാണ് എൻട്രൻസ്. ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ പാർക്കിംഗ് ചെയ്തതും കൊണ്ട്, ഞങ്ങൾ വണ്ടിയിൽ വന്നതും കൊണ്ട് ഇവിടെ മേളിലാണ് പാർക്ക് ചെയ്തത്. എല്ലാവരുടെയും കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്. എന്തൊക്കെയോ മേടിച്ചിട്ട് പോകുന്നുണ്ട് ആളുകൾ. പിന്നെ തിരിച്ച് വീട്ടിൽ പോകണം. 12:30 ആവുന്നു. 11:30 ഞങ്ങളുടെ സ്ലോട്ട്. ഒരു ഓൾമോസ്റ്റ് നമ്മൾ 45 മിനിറ്റ് ക്യൂ നിന്നല്ലേ ഷീനേട്ടാ? 45 മിനിറ്റ്സ് ക്യൂ നിന്നു കേട്ടോ. ഞങ്ങൾ ഷീനേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ നേരത്തെ പോകണം, ക്യൂ ഒത്തിരി ആയിരിക്കുമെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചില്ലെന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ക്യൂ. എന്തായാലും കയറി കണ്ടു സാധനങ്ങൾ.
സാധനങ്ങളൊക്കെ എടുത്തു വന്നു. ഞങ്ങൾ ആദ്യം ബില്ലെടുക്കാൻ പോയത് ബിക്കോസ് അവിടെ ഒത്തിരി ചറപറാന്ന് ആളുകൾ വലിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഒരു നല്ല കാര്യം എനിക്ക് തോന്നിയത് ഷൂ എല്ലാം പെയറാക്കി അവർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് ടാഗ് വെച്ചിട്ട്, അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഇവിടെയും കിടക്കാത്തതും കൊണ്ട് എല്ലാവർക്കും അവരവരുടെ ഷൂവിൻ്റെ റൈറ്റും ലെഫ്റ്റിലേക്ക് രണ്ടും പെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ടൈം ഒക്കെ വന്നപ്പോൾ പല ഷൂസും പലയിടത്തുമായിരുന്നു കേട്ടോ. നമുക്ക് ആ ബ്ലൂമിൻ്റെ പോകണമായിരുന്നു, പോയില്ലല്ലേ. നല്ല ചൂട് കേട്ടോ. അതിന് ഇറങ്ങിയും കൊണ്ട് അതൊന്ന് ഭയങ്കര സഫോക്കേഷൻ ആയിട്ട് എനിക്ക് തോന്നി. It paints the world in hues of